ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. എന്നാലും അതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ അന്നൊന്നും നമുക്ക് മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല, അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു വായ കൊണ്ട് എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്ന കാര്യമുണ്ടല്ലോ, അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അന്ന് അറിയുള്ളൂ. അപ്പോൾ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കണം. കുട്ടികൾ യതീമായ, അതായത് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും, ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ചതും ഒക്കെ ആയ ഒരുപാട്, എന്താ പറയുക, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടമാണ് ഉസ്താദിനോട്. അപ്പോൾ ഞാനത് പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് പെട്ടെന്ന് വയ്യാതെ ആവുകയും അദ്ദേഹം മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ആ സമയത്തായിരുന്നു ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തത്. അതായത് എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് നമ്മൾ അവരുടെ കൂടെ ചെന്ന് നിൽക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദേഹാസ്വസ്ഥയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ അവരെ കാണാൻ പോവുക. അത് അങ്ങനെ ഒരു കാര്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ ആ ടൈമിലായിരുന്നു ഉസ്താദിന് വയ്യ എന്നും കുറച്ച് ക്രിട്ടിക്കലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും നേരിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ഇട്ടു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് എന്തിനാ ധന്യ വീണ്ടും വീണ്ടും പറയണമെന്ന് ചോദിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്, ഇന്നൊക്കെ ആയിട്ട് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധന്യ ഉസ്താദിനെ കണ്ടോ, ഭാഗ്യം കിട്ടിയല്ലോ, മകന് ഭാഗ്യം കിട്ടിയല്ലോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരിട്ട് അവരുടെ സന്തോഷമൊക്കെ എന്നോട് അറിയിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നും കൂടെ പറയണത്. അപ്പോൾ ഞാൻ മൈത്ര ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ നിന്ന് ഞാൻ ഉസ്താദിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. പിന്നെ എനിക്കറിയാം ഉസ്താദിനെ കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം തന്നെ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെയുള്ള സംഘാടകർ, അത്രയ്ക്കും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉസ്താദിനെ അറിയിക്കുകയും അങ്ങനെ ഉസ്താദിൻ്റെ ഒരു ഹദിയയായിട്ട് എനിക്ക് 2000 രൂപ കയ്യിൽ തരികയും ചെയ്തു. അത് ഞാൻ ഇന്നും ഓർമ്മയ്ക്കായിട്ട്, ഓർമ്മയ്ക്കല്ല, അത് എനിക്ക് അത്രയും ഗുരുത്വം, ഒരു ഗുരുവിൽ നിന്ന് അത് വാങ്ങുന്ന ഒരു ഗുരുത്വം എനിക്കുള്ളത് കൊണ്ട് ഞാനത് വാങ്ങി കയ്യിൽ വെച്ചു. ഞാൻ ഇതുവരെ ചിലവാക്കിയിട്ടില്ല. എത്രയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എനിക്ക്. ഒരു 10 രൂപ പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് പോലും ഞാൻ ആ പൈസ ചിലവാക്കിയിട്ടില്ല. കാരണം എനിക്കത് ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഒരു മഹാനായ വ്യക്തിയിൽ നിന്ന് ആ ഒരു പൈസ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇഷ്ടവും ആ ഒരു ആദരവും ആ ഒരു ബഹുമാനവും ഒക്കെ, അത് വെറും പൈസ മാത്രമല്ല, അതൊരു അനുഗ്രഹം നിറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ കൈതൊട്ട് വന്ന ഒരു പൈസയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ചിലവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്. അച്ഛൻ, അമ്മ, എൻ്റെ മക്കൾ ഒക്കെ കൂടിയിട്ടാണ് പോയത്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കണമെന്ന് അറിയില്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ 94 വയസ്സാണ് കേട്ടോ. ഈ 94 വയസ്സിലും ചുറുചുറുക്കോടെ സംസാരിക്കുന്നു. ഒരു അക്ഷരത്തെറ്റുപോലും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കുന്നു. നാവിന് ഉളർച്ചയില്ല, ശരീരത്തിനും തളർച്ചയില്ല. എന്നാലോ ശാരീരികമായിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ കൂടെ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ള പ്രവർത്തകർക്ക് ആർജവും ഊർജവും നൽകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ആ ഇരുത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സൊക്കെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞ്, കണ്ണ് നിറഞ്ഞ് ഞാൻ ഇന്നലെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിന് മുന്നേ, ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. അകലെ നിന്ന് ഞാൻ ഉസ്താദിനെ കണ്ടു. അതും ഹസനിയിൽ, കല്ലേക്കാട് ഹസനിയ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ കേരള യാത്രയുടെ 3ാം വർഷമായ ഇന്നലെ, അതായത് 3ാം കേരള യാത്രയുടെ 9ാമത്തെ ദിവസമാണ് ഞാൻ ഉസ്താദിനെ കാണുന്നതും എൻ്റെ മകനെ നേരിട്ട് കാണുകയും ഉസ്താദ് തോളിൽ കൈവച്ച് എൻ്റെ മകനൊരു ഹദിയ കൊടുക്കുകയും കൈ തൊടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിനിടയ്ക്ക് 1-2 നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾ ആരാ, അങ്ങനെ ഒരു ബഹുമാനക്കുറവിലൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ നാഗവല്ലി ആവില്ലേ,
അതുപോലെയൊക്കെയായിരുന്നു ഞാനിട്ടാ. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാൻ നിന്ന അയാളെന്നൊന്നും പറയണ്ട, ബഹുമാനത്തോടെ സംസാരിക്കും, നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് അവരെ ആ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങളെ പറയണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ തന്നെ ഒരു വേറൊരു ക്യാരക്ടർ ആവുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുന്ന ആളെ ബഹുമാനമില്ലാതെ എന്താ പറയുക ഒരു ചീപ്പായ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ കമൻറ്റിന് താഴെ വന്നിട്ട് അയാൾ ആരാ, പടച്ചോനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയണതേ പടച്ചോനല്ല, മനുഷ്യനാണ്. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ നാലാൾ അറിയോ? ഇല്ല. ഒരാൾക്കെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞ, ഈ പറഞ്ഞ വ്യക്തിയോടാണ് എൻ്റെ ചോദ്യം, നിങ്ങളെ ആരെങ്കിലും അറിയോ? ഇദ്ദേഹത്തിന് ലോകം മുഴുവൻ അറിയാന്ന്. കാരണം ആഫ്രിക്കക്കാരായാലും ശരി, ദുബായിലായാലും ശരി, എവിടെ ഏത് കൺട്രീസിലായാലും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആളുകളില്ല എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് ഉസ്താദ് ഇടപെട്ടിട്ട് ആ ഒരു പിന്നെ തീർപ്പിനെ, അതായത് തൂക്ക് കയറിൽ നിന്ന് നിമിഷപ്രിയയെ രക്ഷിച്ചത് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നാവ് എപ്പോഴും ഉണ്ടാവണം. ഈ പിന്നെ വൃത്തികേട് പറയാനും പിന്നെ തെറി വിളിക്കാനും നമ്മുടെ നാവ് ഉപയോഗിക്കരുത് എന്ന് കൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നമുക്ക് നല്ലത് പറയാം, നല്ലത് കേൾക്കുക, നെഗറ്റീവ്സിലേക്ക് പോവാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഉസ്താദിന്റെ ഒപ്പം തന്നെയാണ്. എന്തായാലും കേരള യാത്ര ശരിക്കും പറഞ്ഞാൽ 9ാമത്തെ ദിവസം ഇന്നലെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ അത്രത്തോളം ആ ഒരു കാഴ്ച കാണുമ്പോണ്ടല്ലോ, ആ ഒരു കാഴ്ച നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ആ സമയത്തെ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ആ കണ്ണീരിന് എന്താ ഞാൻ പറയുന്നത്, വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം എനിക്ക് സന്തോഷമായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുറ്റപ്പെടുന്നവരെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഒരു മൊക്കിലിരിക്കും. പക്ഷേ ആരെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അവരെന്നും ഉയരങ്ങളിലേക്ക് വെച്ചിട്ട് കയറിക്കൊണ്ടേയിരിക്കും. അതിനൊത്തും ഉദാഹരണം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു മുദ്രാവാക്യത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത്രയും ജനങ്ങൾ, പാൽക്കടലാണ് ഇന്നലെ അവിടെ, പാൽക്കടൽ സാഗരമായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയും ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് വെറുതെ ഒന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വേറൊന്നും പറയാനില്ല, വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നന്ദി, നമസ്കാരം.